ലോക പ്രശസ്ത ക്രിസ്തീയ കൂട്ടായ്മയായ മാരമൺ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പമ്പാ നദിയുടെ തീരത്ത് നടത്തുന്ന കൺവെൻഷന്റെ പന്തൽ ഓലമേയുന്നത് കോഴഞ്ചേരി, മാരമൺ എന്നീ സ്ഥലങ്ങളിലെ 36 ഇടവകരാണ്. ഓലയുടെ അഭാവം കാരണം തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഓല ഉപയോഗിച്ചാണ് പാരമ്പര്യവും തനിമയും നിലനിർത്തി പന്തൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. സുവിശേഷത്തിന്റെ ആത്മീയമാരി ചൊരിയുന്ന മാരാമൺ മണൽത്തിട്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മണൽത്തിട്ടയ്ക്ക് 131 വർഷത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. മറ്റൊരു സംസ്കാരത്തിനും എഴുതി ചേർക്കാൻ പറ്റാത്ത തരത്തിലുള്ള തനിമയാണ് മർത്തോമാ സഭ ഇപ്പോഴും കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഓലമേഞ്ഞ പന്തലാണ്. ഒരുപക്ഷെങ്കിൽ പുതിയ ജൻസി തലമുറയ്ക്ക് ഈ ഓലമേഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് 131 വർഷം മുമ്പ് ആ ഓല മേഞ്ഞ പന്തൽ ഇപ്പോഴും തനിമയോടുകൂടി തന്നെയാണ് സഭ ആ പന്തൽ നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ വലിയ വലിയ കമാനങ്ങളും പന്തലുകളൊക്കെ ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴും സഭ അന്ന് കൈക്കൊണ്ട തനിമ വിടാതെ കൈക്കൊള്ളുന്നത്. അച്ഛാ, എങ്ങനെയാണ് അച്ഛാ ഇപ്പോഴും ഈ ഓല ഉള്ള ഈ പന്തൽ? 131 വർഷങ്ങൾ പിന്നിടുന്ന മാരാമൺ കൺവെൻഷൻ അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രത്യേകതയാണ് സമീപ പ്രദേശത്തുള്ള ഇടവുകളിൽ നിന്നും ഓലകൾ മേഞ്ഞുകൊണ്ടുവന്ന് ഇവിടെ അത് മേയുക എന്നുള്ളത്. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഭവനങ്ങളിലുള്ളവർക്ക് ഓലകൾ മേയുന്നതിനുള്ള പരിശീലനം കുറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും ഓല ലഭിക്കുന്ന ഇടത്തു നിന്ന് അത് വാങ്ങി, കുർത്തമല ഇടവകയെ സംബന്ധിച്ചാണെങ്കിൽ കുറേയൊക്കെ ഞങ്ങൾ തന്നെ മേഞ്ഞുകൊണ്ടുവന്ന് ഇവിടെ പന്തൽ കെട്ടിക്കൊടുക്കുന്ന പതിവാണുള്ളത്. ഇന്നേ ദിവസം ഞങ്ങളുടെ ഇടവകയ്ക്ക് ആ ഒരു സാഹചര്യം സഭയായിട്ട് നൽകി. മാരാമൺ കൺവെൻഷന്റെ ചുമതലക്കാർ ഈ ദിവസം ഞങ്ങൾക്കായിട്ട് ആ പന്തൽ മേയുന്നതായിട്ടുള്ള ഭാഗം വേർതിരിച്ച് തന്നുകൊണ്ട് ഇടവകയിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് കൂടി വന്ന് ഇവിടെ അത് മേയുന്നതിനുള്ള സൗകര്യമാണ് ചെയ്തു തന്നിരുന്നത്. അത് നിർവഹിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കൾ കാട്ടിയതായിട്ടുള്ള ആ നല്ല മാതൃക ഇന്നും പിന്തുടരുവാനായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കെ റോയ്സാണ് ഈ സഭയുമായി അല്ലെങ്കിൽ ഈ ഇടവകയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുന്ന വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 53 വർഷം തുടർച്ചയായിട്ട് ഈ മഹായോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഓലയൊക്കെ കെട്ടുന്ന ഓർമ്മകളൊക്കെ? ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസ് മർത്തോമാ ഇടവകയിലെ അംഗമാണ്. അച്ഛൻ ജോസഫ് ചേച്ചും പറഞ്ഞല്ലോ, സമീപ പ്രദേശങ്ങളിലെ ഇടവക ജനങ്ങളായിരുന്നു ഈ മാരാമൺ കൺവെൻഷന്റെ എല്ലാം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഓലകെട്ടും എല്ലാം ചെയ്യുന്ന സമീപ പ്രദേശ ഇടവകയാണ്. എൻ്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഈ തെങ്ങ് കയറാൻ ആളുകൾ വീടുകൾ വരും. അന്ന് പുരുഷന്മാരൊക്കെ ജോലിക്ക് പോകുന്നറിയാം. അപ്പം വനിതകളാണ് അന്ന് ഒരു ഒക്ടോബർ നവംബർ മാസം വരുമ്പം തെങ്ങ് കയറ്റക്കാരോട് പറയും, ഓല ഇന്ന് ഇടണ്ട, തേങ്ങ മാത്രം ഇട്ടാൽ മതി. ഡിസംബർ മാസം ആകുമ്പോഴത്തേന് വീണ്ടും വരുമ്പോൾ വീണ്ടും ഓല തെങ്ങന്ന് വെട്ടി ഇട്ട്, അന്ന് ഈ വീടുകളിലൊക്കെ കിണറുണ്ട്, പക്ഷെ ആരുടെയും കെട്ടിയതൊന്നുമല്ല, ചുറ്റുവട്ടം കെട്ടിയാണ്. അത് കിണറിന് മുമ്പിൽ ഒരു ചെറിയ തൊഴുപ്പുണ്ടാക്കി അവിടെ ഈ ഓല കീറിയിട്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുളിച്ച് ആ ഓല കുതിർന്ന് മെടഞ്ഞു കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഓർമ്മ. ഇപ്പൊ കാലാന്തരത്തിൽ അതുപോലെ അന്ന് ഓല കൊണ്ടുവരുമ്പോൾ മുഴുവൻ മേയുന്നുണ്ട്, തിരിച്ചും കൊണ്ടുപോകുമായിരുന്നു അന്ന്. പക്ഷെ ഈ ഓലയ്ക്ക് ഡിമാൻഡുണ്ട്. കാര്യം ഒന്ന്, വീടുകളിൽ മൂത്രപ്പുര പണിയാം, എരുത്തിൽ കെട്ടാം, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഓല മുഴുവൻ തന്നെ കൺവെൻഷൻ കഴിയുമ്പോൾ തിരിച്ചും കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആരും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. അല്ലാതെ പുതുതായിട്ട് വരുന്ന ഓല വന്നു കെട്ടി അത് കൊണ്ടുപോകുന്ന സമീപ പ്രദേശങ്ങളിലെ ഇടവകൾ അത് പാരിസ്ഥിതിക്ക് നല്ല കോട്ടം വരാത്ത രീതിയിൽ പാരിസ്ഥിതിയെ മുൻനിർത്തി സഭ കാണിക്കുന്ന ഒരു പ്രധാന ദൗത്യം കൂടിയാണ് ഈ കൺവെൻഷൻ. ഇന്നിപ്പോൾ വെറുതെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോലും ഓലയ്ക്ക് ആർക്കും ആവശ്യമില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം നമ്മുടെ വീടുകളെല്ലാം വലിയ കെട്ടിടങ്ങളായിട്ട് മാറി, പിന്നെ എരുത്തലുകളൊക്കെ ഭവനങ്ങളിൽ നിന്നില്ലാതെ പോയി. പിന്നെ സാറ് പറഞ്ഞതുപോലെ മറപ്പുരകളോ മറ്റോ ആവശ്യമൊന്നും നമുക്കിപ്പോൾ വേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഓലയ്ക്കിപ്പോൾ ഡിമാൻഡ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഓല നമുക്കിപ്പോൾ ഇങ്ങനെ മേയാനും ഒക്കെയുള്ള ഈ തലമുറയുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, പുതിയ തലമുറയ്ക്ക് അറിയാൻ കഴിയത്തില്ലായിരിക്കും. ഇപ്പോൾ റോയ്സ എവിടുന്നാണ് ഈ ഓലയൊക്കെ വാങ്ങിക്കുന്നത്? കൂടുതലും വാങ്ങുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ്. പക്ഷെ എന്നാലും ചില ഇടവക്കാര് അവിടെ തന്നെത്താൻ കഴിഞ്ഞ വർഷം കോഴഞ്ചേരിയിലെ കീഴേറെ ഇടവക്കാര് തന്നെത്താൻ ഓല മടഞ്ഞ് ആറ്റി കൊണ്ടിട്ട് കുതിർത്ത് കൊണ്ടുവന്ന് കിട്ടുന്നത്, ചിലർ കൊണ്ടുവന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഓലയും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുക ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് കുറച്ച് ഓലകൾ മെടഞ്ഞ് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഇന്ന് ഇവിടെ ഈ ഓല കെട്ടിയ സമയത്ത് അമേരിക്കയിലുള്ള ഞങ്ങളുടെ ഒരു കൊച്ചുമോൻ ഇതിനകത്ത് പങ്കെടുത്തു എന്ന് പറയുന്നതിലും ഒത്തിരി സന്തോഷമാണ്.
ടീച്ചറെ, അയ്യോ, ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ എങ്ങനെയാണ്? എൻ്റെ 5-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഓലമിടയാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓലമിടഞ്ഞ് സാറ് പറഞ്ഞ പോലെ തന്നെ കിണറിൻ്റെ കരയിൽ ഓല കുതിർത്ത് ആ ഓലമിടഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കിട്ടാനും പണ്ട് കാലത്ത് പിള്ളേരെയും സ്ത്രീകളെയും ഒന്നും ഇവിടെ കയറ്റത്തില്ലായിരുന്നു. വളരെ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. കൊഴഞ്ചേരിപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ തൊട്ട് ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും വരാൻ സാധിച്ചത് ദൈവകൃപയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഓലമിടയാനും അറിയാം. ഇപ്രാവശ്യം ഞങ്ങളോട് ഓലമിടഞ്ഞത് ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ദൈവം തന്നില്ല വലിയൊരു കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓലമിടയാനോ ഓല എങ്ങനെ ഇത് ചെയ്യണമെന്നോ കീറണമെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അച്ഛാ, ഇതിലൂടെ എന്തൊരു സന്ദേശമാണ് സമൂഹത്തിന് പ്രത്യേകിച്ച് നമുക്ക് തരുന്നത്? ഇത് കൊടുക്കുന്ന സന്ദേശം ഒത്തൊരുമയുടേതാണ്. എല്ലാവരും ഇതിനകത്ത് ഭാഗഭാക്കാകുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഭാഗം നിർവഹിക്കണം. അത് മാതാപിതാക്കൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം ആ ക്രമീകരണം ചെയ്തതെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഈ സമീപ പ്രദേശത്തുള്ള ഇടവകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആളുകളെ സ്വീകരിപ്പാൻ, അവർക്ക് സുഖമായി ഇരുന്ന് വചനം കേൾക്കുവാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് സമീപ പ്രദേശത്തുള്ള ഇടവകളുടെ ദൗത്യമാണെന്ന് പിതാക്കന്മാർ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്നെയല്ല, ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കെട്ടുവള്ളത്തിലാണ് ഇവിടെ വചനം കേൾക്കുവാനായിട്ട് ആളുകൾ വന്നിട്ടുള്ളത്. അവരെയൊക്കെ സമീപ പ്രദേശത്തുള്ള വീടുകൾ സ്വീകരിച്ച് അവരുടെ വീടിന്റെ ഭാഗമാക്കി മാറ്റുമായിരുന്നു. അവർക്ക് വേണ്ടി സമ്മന്തിയൊക്കെ ഇടിച്ച് അച്ചാറുകൾ ഉണ്ടാക്കി അവരെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്നാണ് മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിലൂടെ പോയിട്ടുള്ളപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര ഈ ഇടവകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓർമ്മകൾ? ഈ പ്രധാന പന്തൽ കിട്ടുന്ന ഏതാണ്ട് 36, ഇതിന് ചുറ്റുപാടുള്ള 36 ഇടവകളാണ് പ്രധാന പന്തലിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ വരുന്നവരെ മുഴുവൻ സ്വീകരിക്കുക എന്നുള്ള പ്രധാന ഈ ചുറ്റുപാടുള്ള ഇടവകളുടെ ചുമതല. അതുപോലെ തന്നെ ഇതിനകത്ത് നാനാജാതി മതസ്ഥർ വന്ന് ഓല കിട്ടുന്നുണ്ട്. എന്റെ പ്രാർത്ഥനോദ്യം വന്നപ്പം ഹൈന്ദവ സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വള്ളങ്ങൾ വരുമ്പോൾ ഞങ്ങളെല്ലാം വള്ളത്തെ കയറും. അപ്പൊ ഇതിലൊരു വലിയൊരു സന്ദേശമാണുള്ളത്. കാര്യം ഇവിടെ എന്ത് വന്നാലും എല്ലാവരും ഒരു ഐക്യത്തോടെ ഒരുമയോടെ പോകുന്ന ഒരു സന്ദേശം തന്നെ മാരാമൺ കൺവെൻഷൻ ഉണ്ട്. ചുറ്റുപാട് നടക്കുന്ന മറ്റു പല പ്രോഗ്രാമുകളിലും അതുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാനോ? ഈ ഓലട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് ഇതൊരു ഉത്സവമാണ്. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ യുവജന സഖ്യം ആൾക്കാരെ അവിടുന്ന് ഓലമടഞ്ഞ് ഉന്തുവണ്ടിയിൽ ഓല ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഓല മേഞ്ഞ് അവരിവിടുന്ന് എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു കാപ്പിയൂടി എല്ലാം കഴിഞ്ഞ് എല്ലാം ആഘോഷിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അതുപോലെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു, ഓല മേഞ്ഞു. ഞങ്ങൾക്ക് 10 വെള്ളി ഉണ്ടായിരുന്നു. 10 വെള്ളി ഞങ്ങളുടെ ലിമിറ്റഡ് സമയം കൊണ്ട് ഞങ്ങളുടെ മേച്ചെല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഈ തലമുറയ്ക്ക് ഇത് അറിയാമോ? ഞങ്ങളെ പണ്ടുകാലം മുതലേ യുവജനസഖ്യമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ഞങ്ങൾ മാരാമണിനോട്ട് വരുന്നതിന് പ്രത്യേകമായിട്ട് ഉള്ളൊരു ഇൻട്രസ്റ്റ് ഇടവകയെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഓല എങ്ങനെ കെട്ടണം, എങ്ങനെ മെടയണം, ഇക്കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഞങ്ങളുടെ ഇടവകയായിട്ട് ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും അതിലോട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഊർജ്ജം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഓരോ ഇടവകൾക്കും പങ്കുണ്ട് യുവജന സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല ഇങ്ങനത്തെ തനതായ ഇടവകയുടെ സഭയുടെ മാതൃക പിന്തുടരാൻ സഹായിക്കുന്നതിലും. അങ്ങനെ സമൂഹത്തിന് മാതൃകാപരമായി ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. ശരി സാറേ, എങ്ങനെയാണ് സാറിന്റെ ഓർമ്മ? പ്രത്യേകിച്ച് യൗവനപ്രായത്തിൽ യുവനസഖ്യമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ യുവനസഖ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. അത് മിക്കവാറും ഒക്കെ വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റെഗുലേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരാഴ്ചയോട് നേരത്തെ നമ്മൾ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ വ്യാഴാഴ്ചയായിരുന്നു. ഇപ്പോൾ കൺവെൻഷൻ തുടങ്ങുന്നതിൻ്റെ ഞായറാഴ്ചയുടെ തലേ വ്യാഴാഴ്ചയായിരുന്നു സാധാരണ കെട്ടിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്കൊരു ഉത്സവമാണ്. പ്രത്യേകിച്ച് വെള്ളം നദിയിൽ കൂടെയുള്ള ഒഴുക്ക് 2 സൈഡിൽ കൂടെ ഒഴുകുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വന്ന് ഈ വെള്ളത്തിൽ നിന്ന് മറിയുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരു ത്രില്ലിങ് അനുഭവമായിരുന്നു. അതാണ് ആ അനുഭവത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഇപ്പോഴേ ഒത്തിരി പാരിസ്ഥിതിക ചേഞ്ചസ് വന്നതോടുകൂടി അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് ദൃശ്യമാണ്. ഓരോ വർഷവും ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഈ പഴയത് തനിമ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് അടുത്ത തലമുറയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മാർത്തോമാ സഭ അത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സാറ് നമ്മളോടത് പറയുന്നത് അങ്ങനെയാണ്. ഈ ലോകത്തെ എമ്പാടും പരിസ്ഥിതിക്ക് വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിലാണ് മാർത്തോമാ സഭ സമൂഹത്തിന് മാതൃകയായി ഇപ്പോഴും ആ തനിമ കൈവിടാതെ 131ാമത് മാരാമൺ കൺവെൻഷനിലും ഇക്കുറിയും ഓലമേഞ്ഞ് മറ്റ് ഇടവാങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അവർ തുടർച്ചയായി ഈ ഓലമേഞ്ഞ പന്തലിൽ ആ മഹായോഗം നടത്തുന്നത്. മാരാമൺ കൺവെൻഷൻസ് മഹായോഗം
നടക്കുന്ന സെന്ററിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.